ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ബേപ്പൂരാണ് കേട്ടോ. അടിപൊളി പ്ലേസാണ്. ഇതെൻ്റെ നാടാണ്. എൻ്റെ നാടെന്ന് വെച്ചാൽ അപ്പറാണ് എൻ്റെ നാട്, അക്കരെ പോയാലാണ് എൻ്റെ നാട് ചാലിയം. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഷംനന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ വീട് നാട് ഒക്കെ കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ജങ്കാറ് കാത്തിക്കാണ് കേട്ടോ ഗൈസ്. അങ്ങനെ അവിടെ ഒരുപാട് ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തു ഗൈസ്. അപ്പോൾ എൻ്റെ നാട് എങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ നാട് കാണാത്ത ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവും, എല്ലാവരും വരണം. അതുപോലെ ഷംനത ഓളെ വർത്താനം എന്താ നമുക്ക് നോക്കാം. പറയും അഭിപ്രായം പറയും. അടിപൊളിയായിട്ടുള്ള രസം. ഇവിടെ തന്നെ വരാൻ തോന്നുന്നു മനുഷ്യന്. രാവിലെ എൻ്റെ സനാബസിൽ വന്ന് വൈകുന്നേരം ഡെയിലി പോകാൻ തോന്നുന്നു. അത്രക്ക് വേണോ? ബേപ്പൂര് ഞാൻ പറയേണ്ട കേട്ടിട്ടുള്ളൂ. ഞാൻ ബേപ്പൂർ ബീച്ച് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ബേപ്പൂർ ബീച്ചൊക്കെ കാണുന്നത്. അല്ലാ അടിപൊളിയായിട്ടുണ്ട് പറച്ചനെ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന ജങ്കാർ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തു. പക്ഷേ ടിക്കറ്റിന് ആകെ 5 രൂപ ഉള്ളൂ കേട്ടോ. അടിപൊളിയാണ്. ഇതിൽ കയറിയാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും. കയറാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കയറണം. അതുപോലെ നമ്മളെ നാട്ടിൽ ചാലിയം അടിപൊളിയായിട്ടുള്ള പ്ലേസ് വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നല്ല പാർക്ക്, ബീച്ചൊക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഹലോ ഗൈസ്, ഞങ്ങൾ ഒരുപാട് കടലിൻ്റെ നടുക്ക് പോവാണ്. അയ്യോ ഇളകണു. ഞാൻ പോയി. അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ പിക്ക് എടുത്തു. എന്നാലും അടിപൊളിയാണ് കേട്ടോ. ഇന്നത്തെ ബ്ലോഗ് അവസാനിച്ചു. ബൈ.